അങ്ങനെ പറഞ്ഞിരുന്നു കോളേജിലെ ഓണാഘോഷമായിട്ടുണ്ട്. ഞങ്ങൾ എല്ലാവരും നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട്. ഫുൾ ടൈം റിസർച്ച് സ്കോളേഴ്സ്. ഇതാണ് ജോർജ്, ജാസ്മിൻ മിസ് ഉണ്ട്, പിന്നെ ഷാനിയുടെ കുട്ടിപ്പട്ടാളം എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതിനായിട്ട് ഈ പോകുന്നത് ഫോട്ടോ എടുക്കാനാണ് കേട്ടോ. പിന്നെ മെയിൻ സ്റ്റേജിൽ നോക്കിയപ്പോൾ നല്ല ഡാൻസ് നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം അതൊക്കെ നോക്കി നിന്നിട്ടുണ്ട്. ഹോസ്റ്റലേഴ്സിന്റെ ഡാൻസ് ആണ് കേട്ടോ. അപ്പോൾ അവർ നന്നായി പ്രാക്ടീസ് ചെയ്ത് നല്ല രസത്തിൽ ചിരിച്ച് കളിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഓണത്തിന്റെ കോസ്റ്റ്യൂം ആയതുകൊണ്ട് എല്ലാവർക്കും പ്രത്യേക ഒരു ഭംഗിയാണ്. പിന്നെ എല്ലാവരും ഡാൻസ് കളി നോക്കി നിന്നപ്പോൾ എൻ്റെ ശ്രദ്ധ പോയത് ആ ഊഞ്ഞാലുമയ്ക്കാണ് കേട്ടോ. ആ ഊഞ്ഞാലുമ ഇരുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് ഞാൻ നേരെ പോകുന്നത് തിരക്കൊഴിഞ്ഞ നമ്മുടെ പൂക്കളത്തിലേക്കാണ് കേട്ടോ. ഇത്ര നേരം നല്ല തിരക്കായിരുന്നു. അപ്പോൾ തിരക്കൊന്നും ഇല്ലാന്ന് കണ്ടപ്പോൾ ഞാൻ പൂക്കളത്തിന്റെ അടുത്തും കൂടെ പോയി ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ആദമിനെയും കൊണ്ടാണ് കേട്ടോ ഞാൻ പോകുന്നത്. ആദം എന്ന് പറയുന്നത് നമ്മുടെ ഷാനിയുടെ കുട്ടിയാണ് കേട്ടോ. നമ്മുടെ അപ്പൂസിന്റെ പ്രായമുള്ളൂ. അപ്പോൾ അവൻ എനിക്ക് ഫോട്ടോസും വീഡിയോസും ഒക്കെ നന്നായി എടുത്ത് തരുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല മിടുക്കനുണ്ടായിരുന്നു. നീ ഞാൻ ഈ കൈ പിടിച്ച് നടക്കുന്നത് ഇത്ര ചെറുപ്പത്തിലേ തന്നെ കോളേജിലെ മലയാളി മംഗ കോമ്പറ്റീഷന് പങ്കെടുത്ത കുട്ടിയായിട്ടാണ് കേട്ടോ ഈ നിൽക്കുന്നത്. അപ്പോൾ ഇനി കറങ്ങിയത് മതിയാക്കാം. ഇനി നമുക്ക് നേരെ നമ്മുടെ സദ്യയിലേക്ക് പോകാട്ടോ. പിന്നെ നേരെ പോയി ഭക്ഷണം കഴിച്ചു. കുറേ നാളുകൾക്ക് ശേഷമാണ് ഒരു സ്റ്റുഡൻറ് എന്ന രീതിയിൽ സദ്യക്കിരിക്കുന്നത്. സാധാരണ നമ്മൾ ടീച്ചേഴ്സ് ആകുമ്പോൾ നമുക്ക് ഒരുപാട് ഡ്യൂട്ടി ഉണ്ടാവും. അതിനിടയിൽ നമ്മൾ ലാസ്റ്റ് ഒക്കെ ആയിരിക്കും കേട്ടോ ഭക്ഷണം കഴിക്കാം. അങ്ങനെ നല്ലൊരു സദ്യയും കഴിച്ച് മലയാളി മംഗയ്ക്ക് ഒരു ബായും പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ടാ. ഇതാണ് ഇന്നത്തെ എൻ്റെ ഫോട്ടോഗ്രാഫറും വീഡിയോഗ്രാഫറും കേട്ടോ ആദം. അപ്പോൾ ഇങ്ങനെയൊക്കെയായിരുന്നു ഞങ്ങളുടെ കോളേജിലെ ഓണം വിശേഷങ്ങൾ. അപ്പോൾ നമ്മുടെ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്